ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു RJ അഞ്ജലിയുടെ ഒരു പ്രാങ്ക് കോള്. ഒരു മെഹന്തി ആർട്ടിസ്റ്റിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് മെഹന്തി ഇട്ട് തരാമോ, അതിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ള രീതിയിൽ അവരെ വളരെ കളിയാക്കി അല്ലെങ്കിൽ അവരെ പബ്ലിക്കിൽ അപമാനിക്കുന്ന രീതിയിൽ ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അതൊരു പ്രാങ്ക് കോൾ ആണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ശുദ്ധ തെമ്മാടിത്തരമായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ പുറകിന് തന്നെ ഈ മെഹന്തി ആർട്ടിസ്റ്റിനെ ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുക്കും. 100% ഉറപ്പിച്ചായിരുന്നു അവർ പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കും. വേറെ ഒരു രീതിയിലും ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ RJ അഞ്ജലിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. മാപ്പായിട്ട് വന്നിരിക്കുവാണ്. അതായത് ഞാൻ ചെയ്തു പോയത് തെറ്റാണ്, ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് സോറി പറയുക എന്നൊക്കെയുള്ള രീതിയിൽ RJ അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരത്തിയുടെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ആ വെല്ലുവിളിയൊക്കെ അങ്ങ് മാറി. എനിക്ക് തോന്നുന്നു ഇത് പോലീസ് കേസോ എന്തോ സംതിങ് ആയിട്ടുണ്ട്. അപ്പം കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ചെയ്ത വീഡിയോ ആയിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അങ്ങ് മനസ്സ് മാറിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുമോ? കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പോസ്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇവർ ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നേരെ ഒറ്റയടിക്ക് ട്വിസ്റ്റായിട്ട് വളരെ പാവത്തോടെ കൂടിയിട്ട് മാപ്പ് വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ സംഭവം കേസായിട്ടുണ്ട് എന്ന്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ RJ അഞ്ജലിയുടെ വീഡിയോ ഒന്ന് കാണാം. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. ഇത് ആദ്യമേ അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവുമോ? നിങ്ങളിവിടെ വന്ന് ന്യായീകരിക്കാനും നിങ്ങൾ ഓരോ പോസ്റ്റുകളിട്ട് ആൾക്കാരെ വെല്ലുവിളിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങളെ പറ്റി എന്താണ് ആൾക്കാർ ചിന്തിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വിലയല്ലേ കൊണ്ടുവന്ന് കളയുന്നത്? ഇതെന്തായാലും അവർ കേസ് കൊടുത്തിട്ടുണ്ട്. 100% ഞാൻ ഉറപ്പിച്ച് പറയാം. ബിക്കോസ് ആ ഒരു ലേഡി എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവരുടെ പേര് കേസ് കൊടുക്കുമെന്ന്. അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ മാപ്പും കാര്യങ്ങളും അല്ല വേറെ ഒന്നുമല്ല. ഇനിയെങ്കിലും കഴിവതും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാങ്ക് വീഡിയോസ് ചെയ്യാതിരിക്കുക. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മീശ മാധവൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ ആ കണി കാണിക്കുന്ന സീൻ, അതായത് പിള്ളേച്ചനെ കണി കാണിക്കുന്ന സീൻ ആലോചിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ ഇതൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. അവരുടെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മെഹന്തി ഇടുമോ എന്നൊക്കെയായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചത്? നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മെഹന്തി ഇടുമോ എന്ന്? അത് വളരെ തെറ്റായിട്ടുള്ളൊരു ചോദ്യമല്ലേ? പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു 1000 രൂപയും കണ്ടാണെന്നാണ് തോന്നുന്നത്. ഇവർ ഈ ഒരു പ്രാങ്ക് വീഡിയോ ഇട്ടതിൻ്റെ പുറകെ ഇവർ ഒരു കമൻറ്റിന് ഇവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തതിൻ്റെ പുറകെ തന്നെ ഇവർക്ക് 10ഓളം പ്രാങ്ക് വീഡിയോസ് ഇവർക്ക് കിട്ടി, കുറേ എണ്ണം പെൻഡിങ് കിടപ്പുണ്ടെന്ന് വരെ ഇവർ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാം. എന്തായാലും ബാക്കി പറ. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ അതാണ്, ഇവിടെ യാതൊരുവിധ ന്യായീകരണത്തിനും പ്രസക്തിയില്ല. സോ ബെറ്റർ ഇനി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് നിങ്ങൾ ആദ്യമേ ചെയ്യണമായിരുന്നു. ബിക്കോസ് എല്ലാവരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുവാണെന്ന് തോന്നുമ്പോഴത്തേക്ക്
നിങ്ങൾ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കത് മനസ്സിലായി. ഒരുപാട് പേർക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഞാൻ പൊതുസമൂഹത്തിൻ്റെ അടുത്തും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്. അതുപോലും ചെയ്യാതെ വെല്ലുവിളികൾ നടത്തി ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമ്മുടെ കാലിൻ്റെ തുടൽ, അതായത് തൈയുടെ ഭാഗത്ത് ടാറ്റു ഇടുന്നതൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ന്യായീകരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഇനി അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനി ഇതുപോലൊരു തെറ്റ് ആവർത്തിക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേപോലെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരാം. 2 ദിവസത്തിന് മുന്നേ നമ്മുടെ മൂപ്പൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ വിശ്വ വർണ്ണ വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ ഹലോ വിശ്വ അല്ലേ? ബൈക്ക് ഒക്കെ ഉണ്ടോ? ബൈക്ക് ഉണ്ട്, ഉണ്ട്, കാറുണ്ട്. ഓടിക്കാറുണ്ടോ അതോ? ഓടിക്കാറുണ്ട്, പക്ഷെ റെഗുലർ അല്ല. നമ്മള് വീടിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം, കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കേട്ടല്ലോ, അതായത് ഇതൊരു തൊഴിലായിട്ട് നിങ്ങൾ സ്വീകരിക്കുമായിരുന്നു ഈ ഒരു പറച്ചിൽ, പ്രത്യേകിച്ച് ആ ഒരു വേർഡ്. ഞാനതെടുത്ത് പറയുന്നില്ല. അപ്പം നിങ്ങൾ ഇതിനു മുന്നേയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. സോ ഇനി കഴിവതും ഇനിയെങ്കിലും ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. ഓ, എനിക്കിതാരാന്ന് മനസ്സിലായി. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഞാൻ പെട്ടെന്ന് ഞെട്ടി. പിന്നെയാണ് എനിക്കറിയാം ഈ കോൾ എവിടെ നിന്ന് വരും. ഈ ഒരു ചിരിയും കളിയൊന്നും ഇപ്പം ഞാൻ എവിടെയും കാണുന്നില്ല. ആ മാപ്പ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരും ഒരേപോലെയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റ്. എന്തായാലും അവർ കേസും കാര്യങ്ങളുമായിട്ട് മൂവ് ചെയ്തതിൻ്റെ പേരിൽ മാത്രമായിരിക്കാം ഇവരിപ്പോൾ ഇവിടെ ഒരു സോറിയായിട്ട് വന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ടത്. കാര്യം ആ ഒരു ലേഡി എൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കേസ് കൊടുക്കും, ഇതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല എന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യായിരുന്നു. വേണമെങ്കിൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ച ഓഡിയോ റെക്കോർഡ് എടുത്ത് വെച്ചിട്ട് എനിക്ക് കേൾപ്പിക്കായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അവരുടെ ഐഡൻറ്റിറ്റി ഞാൻ മാനിക്കുന്നു. അവർ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിടരുത്, പ്രത്യേകിച്ച് അവരുടെ വോയിസ് ഉൾപ്പെടെ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യരോടെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോയി ചെയ്യരുത്. കാര്യം നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ, നിങ്ങളും ഒരു സ്ത്രീയല്ലേ. ഒരു സ്ത്രീയെടുത്താണോ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ അവിടെ മെഹന്തി ഇട്ട് തരാമോ, അതിൻ്റെ റേറ്റ് എന്തുവാണെന്ന് ചോദിക്കുന്നത്? സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമോ? എന്തായാലും വേറൊരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ഇത് പോലീസ് കേസ് മാത്രമല്ല വനിതാ കമ്മീഷനിലും അവർക്കൊക്കെ ഈ ഒരു കേസ് ഫോർവേഡ് ആവും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു റിറ്റാലിയേഷൻ ആണ് ഈ ഒരു മാപ്പെന്ന് പറയണത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇനിയെങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.